ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ റിവ്യൂ വീഡിയോ ആയിട്ടൊന്നുമല്ല വന്നിട്ടുള്ളത്. എൻ്റെ വീഡിയോസ് കണ്ട് എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ്, ചേട്ടൻ വില കൂടിയ വണ്ടിയുടെ റിവ്യൂസ് മാത്രമാണ് ചെയ്യുന്നത്, അത് നമുക്കൊരിക്കലും അഫോർഡബിൾ അല്ല എന്ന്. പിന്നെ എന്തിനാണ് വെറുതെ ഇത് കാണിച്ച് കൊതിപ്പിക്കുന്നത്? സോ ഇവിടാണ് എനിക്ക് നിങ്ങളോടൊരു വിയോജിപ്പുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ അല്ലായിരിക്കാം, പക്ഷെ ഒരിക്കലും അഫോർഡബിൾ ആവില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? വളരെ സാധാരണക്കാരായ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വളർന്നു വന്ന ഒരാളാണ് ഞാൻ. കുട്ടിക്കാലം മുതലേ കളിപ്പാട്ടങ്ങൾ എന്നുള്ളത് എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ടതായിരുന്നു. കൂട്ടുകാരുടെ വീടുകളിൽ പോകുമ്പോൾ അവരുടെ കയ്യിലുള്ള ഹോട്ട് വീൽസും സെൻഡിയുടെ സ്കെയിൽ മോഡൽസും എല്ലാം കണ്ട് ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ വീട്ടിൽ പറഞ്ഞാൽ വാങ്ങി തരുമായിരിക്കാം, പക്ഷേ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള എൻ്റെ അച്ഛൻ്റെ ഓട്ടത്തിനിടയിൽ എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ എൻ്റെ മനസ്സൊരിക്കലും സമ്മതിച്ചിട്ടില്ല. പല ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ മാതാപിതാക്കൾ എനിക്ക് നല്ല വിദ്യാഭ്യാസം തന്നു, എൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് എന്നെ പഠിപ്പിച്ചു. ഇന്ന് എനിക്ക് നല്ലൊരു ജോലിയുണ്ട്. പണ്ട് എനിക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇന്ന് ഞാൻ ഓരോന്നായി നേടിയെടുക്കുന്നു. ഇതിലെനിക്ക് നന്ദി പറയാനുള്ളത് രണ്ട് ആൾക്കാരോടാണ്. ഒന്ന്, എൻ്റെ മാതാപിതാക്കളോട്. രണ്ട്, എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച എൻ്റെ വിഷമങ്ങളോടും. ഓരോ സ്കെയിൽ മോഡൽസിൻ്റെ പെട്ടിയും അൺബോക്സ് ചെയ്യുമ്പോൾ ഒരു നിമിഷമെങ്കിലും ഞാൻ ആ പഴയ ഓർമ്മകളിലേക്ക് പോകും. നിങ്ങളുടെ ഓരോ മെസ്സേജ് കാണുമ്പോഴും എനിക്ക് ആ പഴയ എന്നെയാണ് ഓർമ്മ വരുന്നത്. സോ ഇനി നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ഓർക്കുക, ഒരുപക്ഷെ ഇന്ന് നിങ്ങൾക്ക് അഫോർഡബിൾ അല്ലായിരിക്കാം, ബട്ട് ഒരു നാൾ ഈ മോഡൽസ് എല്ലാം നിങ്ങളുടെ കളക്ഷനിൽ ഉണ്ടാവും. കഷ്ടപ്പെടാനുള്ളൊരു മനസ്സും ജീവിതത്തിൽ മുന്നേറണം എന്നുള്ളൊരു വാശിയും ഉണ്ടെങ്കിൽ മാത്രം.